പക്ഷേ അമ്മ നിർബന്ധിച്ചിട്ടാണല്ലോ ഞാൻ മത്സരിക്കാൻ തയ്യാറായത് പോലും. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അനുപമേ, സുശീല പാതി വഴിയിൽ വെച്ച് പുറത്തായവളല്ലേ? അതുപോലെ അനുപമയാണ് സ്ഥാനാർത്ഥിയെന്ന് എല്ലാവരും അറിഞ്ഞ ശേഷം നിന്നെ അതിൽ നിന്ന് വെട്ടുകയാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടി അവരെന്തും ചെയ്യും. ദയ കാരണം അമ്മയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടില്ലേ? അതിൽ അമ്മയ്ക്കുണ്ടായ അപമാനത്തിന് അതേ നാണയത്തിൽ തന്നെ നിനക്ക് തിരിച്ചടി തരാനായിരിക്കും അമ്മയുടെ ഉദ്ദേശം. പക്ഷേ എന്നോട് എന്തിനങ്ങനെ ചെയ്യണം? ഞാൻ അമ്മയെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചിട്ടല്ലേ ഉള്ളൂ. അമ്മയ്ക്കത് നഷ്ടപ്പെട്ടതിന് കാരണം ഞാനല്ലല്ലോ. നിന്റെ അനിയത്തിയല്ലേ മോളെ ദയ? ഇപ്പം നിന്റെ കുടുംബത്തോട് മൊത്തം സുശീലയ്ക്ക് പകയാ. അതിനുള്ള മൂർച്ച കൂട്ടാനായിട്ടാ ഹർഷയും. അവര് നിനക്കെതിരെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. അതെന്താണെന്ന കാര്യത്തിൽ എനിക്കോ രവി സാറിനോ വ്യക്തതയില്ല. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും കരുതലോടെ മുന്നോട്ട് പോണം. ഇല്ലെങ്കിലേ എന്തു സംഭവിക്കും എന്നുവെച്ച് അവർക്ക് മുമ്പിൽ തോറ്റുകൊടുക്കാനും പാടില്ല. ജയിച്ചു കാണിക്കണം. സുശീലയുടെയും ഹർഷയുടെയും പകയുടെ പത്തി താഴണം. തോൽക്കില്ല കുഞ്ഞമ്മ, ഇനി ഞങ്ങൾ തോൽക്കില്ല. അല്ലേ ഇന്ദ്രേട്ടാ? അതെ, ഇനി ഞങ്ങളുടെ മുമ്പിൽ അമ്മയില്ല, ശത്രു മാത്രമേ ഉള്ളൂ. ശത്രുവിനെ മുട്ടുകുത്തിക്കുന്ന ലക്ഷ്യം മാത്രം. അമ്മ എന്തിനാ ഇന്ദ്രേട്ടന്റെ മുറി കയറിയത്? എനിക്കെന്താ എന്റെ മോന്റെ മുറി കയറിക്കൂടെ? പിന്നെ ഇതേ എന്റെ വീടാ. അമ്മയുടെ വീട്ടിൽ അമ്മയ്ക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇപ്പോ ആ മുറി കയറിയത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. ഇല്ലെങ്കിൽ അമ്മ മുറി കയറിയ കാര്യം ഏട്ടനും ഏട്ടത്തിയും വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ നീ അങ്ങ് പറഞ്ഞു കൊടുക്കടി. എനിക്കെന്താ? ആ വിച്ചൂട്ടിന്റെ ഒരു കളിപ്പാട്ട് എന്റെ മുറിയിലുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അതിനെന്താ? ദൈവത്തിനറിയാം. അമ്മയുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി വല്ല കൂടോത്രം ഒളിപ്പിച്ചതാണെന്ന് ആർക്ക്